നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തുള്ള നിയമങ്ങൾ അത് യഥാർത്ഥ അർത്ഥത്തിൽ പ്രാവർത്തികമാകുന്നുണ്ടോ? അതേപോലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന നീതിയുടെ കാര്യത്തിലും അതിന് കാലതാമസമുണ്ടാകുമ്പോൾ ഇവിടെ നീതി തന്നെ നിഷേധിക്കപ്പെടുന്നില്ലേ എന്ന് തുടങ്ങിയ ജനങ്ങളുടെ സംശയങ്ങളും ഇവിടെ നിലനിൽക്കുകയാണ്. അതിനുള്ള കാരണവും വിവിധ കേസുകളിൽ പ്രതികളായി ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന കുറേ പേർക്കെങ്കിലും അവിടെ ലഭിക്കുന്ന സുഖസൗകര്യങ്ങളും മറ്റു പരിരക്ഷകളുമൊക്കെ കാണുമ്പോൾ ഇവർ ജയിലിലാണോ അതോ സുഖവാസ കേന്ദ്രത്തിലാണോ കിടക്കുന്നതെന്ന് തോന്നിപ്പോവാറുണ്ട്. ഇതൊക്കെ നിലനിൽക്കെ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്ന നമ്മുടെ ഭാരതത്തിൽ 1860 രൂപീകൃതമായ ആ പഴയ ഇന്ത്യൻ പീനൽ കോഡ് ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ് പുതുക്കിയിരിക്കുന്നു. കഴിഞ്ഞ 164 വർഷമായി നിലനിന്നിരുന്ന IPC ഇന്ത്യൻ പീനൽ കോഡ് നിയമങ്ങളാണ് പുതിയ ശിക്ഷാ നിയമം അടങ്ങിയ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ സാക്ഷ്യ നിയമം, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്നിവയായി മാറ്റപ്പെട്ടിട്ടുള്ളത്. ബ്രിട്ടീഷുകാരൻ സമ്മാനിച്ച ഇന്ത്യൻ ശിക്ഷാ നിയമം, ക്രിമിനൽ നടപടിക്രമം, തെളിവ് നിയമം എന്നിവയ്ക്ക് പകരമാണിത്. രണ്ടാം മോദി സർക്കാർ കഴിഞ്ഞ വർഷം ലോക്സഭയിൽ പാസാക്കിയ ക്രിമിനൽ നിയമത്തെ സംബന്ധിച്ച ബില്ലാണ് ഇപ്പോൾ 2024 ജൂലൈ മാസം 1-ാം തീയതിയോടുകൂടി പ്രാബല്യത്തിലാകുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമം, ക്രിമിനൽ നടപടിക്രമം, തെളിവ് നിയമം എന്നിവയ്ക്ക് പകരമായിട്ടുള്ള ഈ ആധുനിക ക്രിമിനൽ നീതി നിർവഹണ സംവിധാനം ഏർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. നിലവിൽ നമ്മുടെ IPCയിൽ വിവിധ കുറ്റങ്ങൾക്കുള്ള നിർവചനങ്ങളും ശിക്ഷാവിധികളും 511 എണ്ണമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിനെല്ലാം മാറ്റം വരുത്തി പുതിയ നിർവചനങ്ങളും ശിക്ഷകളും ഉൾപ്പെടുത്തിയ നമ്മുടെ പുതിയ നിയമങ്ങളിൽ 358 ചുരുക്കിയിരിക്കുകയുമാണ്. ഇതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, കുറ്റം ചെയ്തവർക്ക് തടവ് ശിക്ഷയും പിഴയും ഓരോന്ന് യോജിച്ച വിധം വർദ്ധിപ്പിച്ചിട്ടുണ്ടോ എങ്കിലും അതിനെല്ലാം ഉപരിയായി സാമൂഹ്യ സേവനം ഒരു പ്രധാനപ്പെട്ട ശിക്ഷയായി പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പുതുക്കിയ നിയമങ്ങളിൽ പ്രധാനമായി കാണപ്പെട്ട ചിലതുണ്ട്. അത് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ കബളിപ്പിച്ചുകൊണ്ടോ ഏതെങ്കിലും സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ആ കുറ്റത്തിന് 10 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്നതാണ്. അതേപോലെ കുറ്റകരമായ നരഹത്യയാകാത്ത തരത്തിൽ അശ്രദ്ധയോടുകൂടി വാഹനമോടിച്ച ഒരാൾ മറ്റൊരാളുടെ മരണത്തിന് കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ ആ കാര്യം പെട്ടെന്ന് പോലീസിനെയോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിനെയോ അറിയിക്കാതെ രക്ഷപ്പെടുകയോ ചെയ്താൽ ആ വ്യക്തിക്ക് 10 വർഷം വരെ തടവും പിഴയുമാണ് ലഭിക്കുക. അതേപോലെ ഭീകരപ്രവർത്തനത്തിന് വിശാലമായിട്ടുള്ളൊരു നിർവചനമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഭീകരപ്രവർത്തനം നടത്തുന്ന വ്യക്തിക്ക് വധശിക്ഷയോ ജീവപര്യന്തം തടവോ പിഴയോ ലഭിക്കാവുന്നതാണ്. അതേപോലെ ഇന്ത്യയുടെ അഖണ്ഡതയും പരമാധികാരത്തെയും അപകടത്തിലാക്കുന്ന പ്രവർത്തികൾ, അത് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ജീവപര്യന്തം തടവും പിഴയും ലഭിക്കുകയാണ്. അതുപോലെ രാജ്യത്തിൻ്റെ ഐക്യത്തിന് ഹാനികരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും അങ്ങനെയുള്ള കുറ്റം ചെയ്യുന്നവർക്ക് 3 വർഷം വരെ തടവും പിഴയും ലഭിക്കും. മറ്റൊരു കാര്യം, നമ്മുടെ പൊതുസേവകർ, പോലീസ് അടക്കമുള്ളവർ എവിടെയെങ്കിലും ലഹളയോ ആക്രമണമോ കൊള്ളിവെപ്പൊക്കെ നടക്കുമ്പോൾ അത് അമർച്ച ചെയ്യുവാൻ വരുമ്പോൾ അവരെ ഇങ്ങനെ ആക്രമിക്കുകയോ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുകയോ ചെയ്താൽ 1 വർഷം വരെ തടവും പിഴയും ലഭിക്കും. അതേപോലെ ഇത്തരം പൊതുസേവകരുടെ മുമ്പിൽ ആത്മഹത്യാ ശ്രമം നടത്തി അവരെ നടപടിയെടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചാലും 1 വർഷം തടവും പിഴയും ലഭിക്കാവുന്നതാണ്. ഏതായാലും അങ്ങനെ ഒട്ടനവധി നിയമങ്ങൾ ഇവിടെ മുമ്പത്തതിനേക്കാൾ എണ്ണത്തിൽ കുറവാണെങ്കിൽ പോലും പുതിയ നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ അത് ഓരോ പൗരനും വലിപ്പ ചെറുപ്പമില്ലാതെ തന്നെ സമ്പൂർണ്ണമായിട്ടുള്ള നീതി ലഭിക്കുന്നതിലേക്ക് എത്തപ്പെടട്ടെ എന്നും നമുക്ക് ആശംസിക്കാം.